ഹാപ്പി വ്ളോഗാണ്. എല്ലാ വ്ളോഗും ഹാപ്പിയാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. മറ്റൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇന്നലെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയാലോ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് പോയിട്ട് ഒരു 6 മന്ത് കൂടുമ്പോൾ ഒരിക്കലോ അല്ലെങ്കിൽ ഇയർലി വൺസോ ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് അല്ലേ. കിടന്നുറങ്ങുക, സമയത്തിന് ഫുഡ് ഇങ്ങനെ കൊണ്ടുതരിക, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിൻ്റെ ആ ഒരു ഫീല് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു ഹാപ്പി മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ആയുസ് ഒരു ദിവസമേ ഉള്ളൂ. നാളെ ഞങ്ങൾ റിട്ടേൺ കൊച്ചിക്ക് പോവും. അപ്പോൾ ജോലി സംബന്ധമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ടായിക്കോട്ടെ, പുറത്തേക്ക് പോയവർ നമ്മളെ പാരൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ മിസ് ചെയ്തതെന്നുള്ളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് പാരൻസിനെ കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും പറഞ്ഞൊരു ആൻസർ ആയിരിക്കും അമ്മേരെ ഫുഡ് എന്ന്. എക്സാക്ട്ലി എനിക്കും അതേപോലെ തന്നെ അമ്മേരെ ഫുഡ് കുറേ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ അതെല്ലാം അമ്മേനെ ഫോണിലൂടെ വിളിച്ച്, ഇപ്പോൾ എല്ലാവരും സംവിധാനങ്ങളുണ്ടല്ലോ, അമ്മേനെ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ട് അതേപോലെയൊക്കെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. അത്ര ടേസ്റ്റ് വരാറില്ല എങ്കിലും അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ തിരിച്ച് കിട്ടുകയേ ചെയ്യാത്ത പല കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ വന്നാൽ മാത്രം ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്കെന്താ മിസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം സീസൺ ടൈമില്ലേ, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ചക്ക, മാങ്ങ, മുണ്ടച്ചക്ക നിങ്ങൾ എന്താ പറയുക, പൈനാപ്പിള്, സീതാപ്പഴം, ഫ്രാഷൻ ഫ്രൂട്ട്, പേരക്ക, ചാമ്പങ്ങ, റംബൂട്ടാൻ, അങ്ങനെ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊച്ചിയിലൊക്കെ ആകുമ്പോൾ വിശക്കുമ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കും, വെള്ളം കുടിക്കും. പക്ഷേ ഇവിടെ ഞാൻ വിശന്ന് കഴിഞ്ഞാൽ അങ്ങ് പറമ്പിലോട്ട് ഇറങ്ങും. ഒരു പേരക്കയോ അല്ലെങ്കിൽ കുറച്ച് ചാമ്പങ്ങയോ റംബൂട്ടാനോ, ആ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ വീട്ടിലുള്ളത് പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്. പപ്പായൊക്കെ പണ്ട് അമ്മ മുറിച്ചിട്ട് കഴിക്കുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡായിരുന്നു. കുറച്ചധികം പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കില്ല, ഇങ്ങനെ ഒരു കറുമുറ എന്നുള്ള ഒരു ഇതില്ലേ, അങ്ങനത്തെ പഴുപ്പ് ആകാൻ പാടില്ല. കുറച്ചധികം പഴുത്താൽ കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ പോയ പിന്നെ ചീഞ്ഞതാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കിട്ടാതെ ആകുമ്പോൾ അതിൻ്റെ വില മനസ്സിലാവുമെന്ന് പറയുന്നത് ഭയങ്കര സത്യമാട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളതിപ്പോൾ ചക്ക, മാങ്ങ, പൈനാപ്പിൾ, റംബൂട്ടാൻ, സീതാപ്പഴം, ബമ്പിളി നാരങ്ങ, അത് എല്ലാവരും അതിന് എന്താ പറയുക എനിക്കറിയില്ല, വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മൾ റംബൂട്ടാൻ, പിന്നെ എന്താ പേരക്ക, ചാമ്പങ്ങ, ഇത് ഒരുവിധപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പാരൻസ് കഴിഞ്ഞാൽ അമ്മേരെ ഫുഡൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സീസൺ ടൈമാണ്. ഞാൻ ഓരോ ഫ്രൂട്ട്സ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അതേപോലെ ഈ പുറകിൽ കാണുന്ന ഈ കുട്ടി ഒരു ഓടിട്ട വീട് പോലെ കാണുന്നില്ലേ, എൻ്റെ അമ്മയാട്ടോ അത് അപ്പുറത്ത് നിൽക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്യാസ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ നമ്മൾ കുക്ക് ചെയ്യുക വിറകടുപ്പിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ ഒരു 2 മാസം മുന്നേ ഇതായിരിക്കും പണി. അമ്മയ്ക്ക് അച്ഛനുമാണ് കേട്ടോ മെയിനായിട്ട്, ഞാൻ എന്തോ ഹെൽപ്പ് ചെയ്യുന്ന പോലെ. അച്ഛന് മെയിൻ അമ്മയാട്ടോ പുറത്ത് പോയിട്ട് ഈ വിറകൊക്കെ ശേഖരിച്ച് നല്ല ഇടിഞ്ഞ് വീഴാത്ത മാതിരി നല്ല ഇങ്ങനെ അടുക്കി വെച്ച് ഇങ്ങനെ മല പോലെ അടുക്കി വെക്കും മഴക്കാലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള കുഞ്ഞി പുരയാട്ടോ, ഞങ്ങൾ വിറക് പുരയെന്നാണ് പറയുന്നത്. അതാണ് ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, നമുക്ക് ഇവിടെയുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം. അതുകൂടാതെ എൻ്റെ വീട്ടിലെ കുട്ടി വിശേഷങ്ങളും അതിനെല്ലാം ഉപരി ഈ വീഡിയോ എൻഡ് വരെ കാണണം. നിങ്ങൾക്കൊരു സർപ്രൈസ്, ഒരു സ്പെഷ്യൽ ലൊക്കേഷൻ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. മറക്കാതെ വീഡിയോ എൻഡ് വരെ കാണാം. നമ്മൾ റംബൂട്ടാൻ എല്ലാം പച്ചയായിട്ട് നിൽക്കുന്നത്, ഇതൊരു കുട്ടി മരം കേട്ടോ. ഇതിലെന്താ വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പറിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം താഴിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇതിൽ നെറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പക്ഷികളോ വാവലോ ഒന്നും വന്നങ്ങനെ തിന്നില്ല, നമുക്ക് തന്നെ കിട്ടും. നെറ്റിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. പക്ഷേ ഇത് കുട്ടി മരം ആയതുകൊണ്ട് നമുക്ക് നെറ്റിടാം. തൊട്ടപ്പുറത്തുള്ളതിൽ നിറച്ചും പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര ഹൈറ്റിലാണ്, നമുക്ക് നെറ്റിടാൻ പാകത്തിന് എത്തൂല. അതുകൊണ്ട് അതെല്ലാം പക്ഷി തിന്ന് പോവുക. ഞാനത് കാണിക്കാം. കണ്ടോ, ഇതെല്ലാം മരത്തിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൽ നിറച്ചും പിടിച്ചിട്ടുണ്ട്, പക്ഷെ നെറ്റിടാൻ പാകത്തിന് അല്ല, ഇത് ഭയങ്കര ഹൈറ്റിലായതുകൊണ്ട് ഇപ്പോഴേ പക്ഷികളൊക്കെ തിന്ന് പകുതി മുക്കാലും കഴിഞ്ഞു. ഇതിൽ ഇല കാണുന്നില്ലായിരുന്നു, അത്ര നിറച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇപ്പോൾ പച്ചിലയെ പറിച്ച് വെച്ചിട്ടുണ്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതൊന്നും കിട്ടൂല. കുറച്ചെണ്ണം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടി, പഴുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരുവിധം പഴുത്തിട്ടുണ്ട്, കാണിക്കാം. ഇതാ റംബൂട്ടാൻ, ഇത് പറിച്ച് വെച്ച് പഴുപ്പിച്ചതാട്ടോ, പഴുത്ത് വരുന്നതേ ഉള്ളൂ. എൻ്റെ ഏച്ചി ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പോൾ ഏച്ചി 7-ാം തീയതി പോവും തിരിച്ച്.
അപ്പോൾ രണ്ടാമത് വാവയായി 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അമ്മയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഏച്ചിക്കും പിന്നെ എനിക്കും കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് പറിച്ച് വെച്ചതാ. ഇല്ലെങ്കിൽ ഒന്നും പക്ഷി ബാക്കി വെക്കൂല, അത്ര ഹൈറ്റിലുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പറിച്ച് വെച്ചാലേ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. ഇതിപ്പോൾ അമ്മ പറിച്ചുകൊണ്ട് വന്നതാ പൈനാപ്പിൾ. നമ്മ കണ്ണൂരുകാർ മുണ്ടച്ചക്ക എന്നാ പറയാം. നല്ല മണാണ് വരുന്നു. ഇതങ്ങനെ പുളിയുള്ളതല്ല കേട്ടോ, നല്ല മധുര. ഇതിപ്പം ഞാൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറിച്ചുകൊണ്ട് വന്നതാണ്. ഇത് കഴിക്കുന്നതല്ല കേട്ടോ, ഇത് ഇതിനേക്കാളും വലിയതാവും. ഇതെന്തോ ചെറുത്ത്. ഇത് വടോപ്പിളി നാരങ്ങ എന്ന് പറയും, അച്ചാറാക്കുന്ന നാരങ്ങ. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി അച്ചാറാക്കാൻ വേണ്ടി അമ്മ പറിച്ചതാ. നല്ല മധുരമുള്ള മാങ്ങ. എന്താ പറയാ, നെക്സ്റ്റ് എന്നൊക്കെ പറയില്ലേ, കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് മാങ്ങ. ഇത് ഗോമാങ്ങ എന്ന് പറയും. കാണാൻ അധികം കളറില്ലെങ്കിലും നല്ല സ്വീറ്റാണ്. സീതാപ്പഴം ഇപ്പോൾ കാണിക്കാനില്ല, അതിൻ്റെ സീസൺ ടൈം അല്ല. നിറച്ചും പിടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം അമ്മ എനിക്ക് വേണ്ടി ബാക്കി വെച്ചത് കഴിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ അതിനകത്തൊന്നുമില്ല. അതുപോലെ തന്നെ പേരയ്ക്കും ഫുള്ള് ചള്ളാണ്. ചള്ളെന്ന് വെച്ചാൽ ആവാത്തതാ. പിന്നെ ചക്ക മുകളിലാണ്. ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചാൽ ഒരു സർപ്രൈസ് ലൊക്കേഷൻ ഉണ്ട്, പറ്റേ അവിടെ പോകുമ്പോൾ കാണിക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ടയും ചെറുത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതേപോലെ മൾബറി ഇപ്പോൾ സീസൺ ടൈം അല്ല. ചാമ്പങ്ങ ആക്ച്വലി സീസൺ ടൈം ആണ്, പക്ഷെ ഞങ്ങൾക്ക് നേരത്തെ പിടിച്ച് മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എന്തായിരുന്നു കാണിക്കാമെന്ന് പറഞ്ഞാൽ ബമ്പിളി നാരങ്ങ. അതും ഇല കാണാതെ നിറച്ചുണ്ടായിരുന്നു. ആർക്കും വേണ്ട, എല്ലാവരും തിന്നും എടുത്തിപ്പോൾ കഴിഞ്ഞു. നിലത്തിൽ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോൾ ഒന്നും കിട്ടാത്ത ടൈം ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും തിന്നും എടുത്ത് ഫുള്ള് നിലത്ത് വീണ് പോയി. കാണിക്കാട്ടോ, ഇതാട്ടോ എൻ്റെ കുഞ്ഞു വീട്. താടായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ബമ്പിളി നാരങ്ങ കാണിക്കാം. ഫുള്ള് കഴിഞ്ഞു, അല്ലെങ്കിൽ നിറച്ചുണ്ട്. അതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു 3 എണ്ണം ഇവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ഭയങ്കര വലിയതാ കണ്ടോ. അതേപോലെ താഴെയും വീണ് കിടപ്പുണ്ടാവും. നോക്കട്ടെ. ഇതാ എൻ്റെ അതിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെന്താ ഇതിനെ പറയാന്ന്. ഇത് വീണ് ചീഞ്ഞു പോയി കുറേ. അയ്യമ്മേ, നിങ്ങളിതിനെന്താ പറയുക. എന്താ ഭയങ്കര വലിപ്പം, വെയിറ്റ് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഇത്ര വലിപ്പമുണ്ട്. നിങ്ങൾ ഇതിനെന്താ പറയാന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ബമ്പിളി നാരങ്ങ എന്നാ പറയാം. എൻ്റെ ഉള്ളിൽ പിങ്ക് കളറായിരിക്കും. നല്ല പുളിയും മധുരമായിട്ട് ഉപ്പ് കൂട്ടിട്ട് നല്ല ടേസ്റ്റ്. അങ്ങനെ ഉപ്പ് കൂട്ടി കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പോൾ പോയതാട്ടോ. അങ്ങനെ അത്രയൊക്കെയാണ് ഫ്രൂട്ട്സ്. ഇതുണ്ടോ, ഇത് ചാമ്പമര നിറച്ചും പിടിച്ച് കഴിഞ്ഞു. ഇത് ഇപ്പം ഇല്ല. അയ്യോ, അമ്മ എനിക്കും ഏച്ചിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചാൻ വേണ്ടി ഓരോ സാധനം പറിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ട് അമ്മ എണ്ണ കാച്ചുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അമ്മ എണ്ണ കാച്ചാൻ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അമ്മ എണ്ണ കാച്ചുക. ഇത് പനിക്കൂർക്ക, ഇത് നമ്മുടെ തുളസി, ഇത് ഉലുവ, ചെമ്പരത്തി, കറിവേപ്പില. അമ്മ അതെന്തായിരുന്നു? കേശവർദ്ധിനി. നടുക്കുള്ളത് അല്ല, വേറൊരു ഇലയുണ്ടല്ലോ, കയ്യൂന്നി. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അമ്മ എണ്ണ കാച്ചുക. ഞാൻ കാച്ചുമ്പോൾ കാണിക്കാം കേട്ടോ. ഞാൻ പൊതുവേ മുടിയിൽ എണ്ണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഭയങ്കര മുടി ഊരല്ലോ. അപ്പോൾ തോന്നിയത് ഇത് ഈ എണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കുളിച്ചാലുണ്ടല്ലോ മുടി ഊരുന്നതും ഭയങ്കര കുറയും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഇതിൻ്റെ പേരേ കണ്ടോ, കേശവർദ്ധിനി. കേശം മുടി വളരാനുള്ളത് മെയിൻ സാധനം. അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് അമ്മ എണ്ണ കാച്ചുക. ഞാൻ കാച്ചുമ്പോൾ കാണിക്കാം. അപ്പോൾ അമ്മ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചു. ഇനി നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങും പോലും. എനിക്കറിയില്ല, അമ്മ ഒരു സൈഡിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാം. ആ പൊട്ടൽ നിന്ന് കഴിയുമ്പോൾ ഓഫാക്കാം. നോർമലി അമ്മ ചെമ്പരത്തി ഇടാറില്ല കേട്ടോ. ഇത് ഞാൻ ചെമ്പരത്തി ഇടുന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എടുത്തതാ. ചെമ്പരത്തി അമ്മ ഇടാത്തതിന് കാരണം അമ്മ പറഞ്ഞു തന്നത്, ചെമ്പരത്തി മുടി വളരാൻ നല്ലതാ, പക്ഷെ മുടിയുടെ കറുപ്പ് നിറം കുറക്കും. ഇങ്ങനെ ചെമ്പ കളറാവും പോലും ചെമ്പരത്തിയുടെ അധികം യൂസ് ചെയ്താൽ. അതുകൊണ്ട് അമ്മ നോർമലി ഇടാറില്ല, കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെമ്പരത്തി ഇടുന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എടുത്തതാ. പിന്നെ വേറെ അമ്മ എന്തൊരു കാര്യം പറഞ്ഞു തന്നായിരുന്നല്ലോ അമ്മ, ഈ ഉരുളിയുടെ ഇരുമ്പിൻ്റെ ഈ ചീനച്ചട്ടിയിൽ തന്നെ കാച്ചാണെങ്കിൽ ഏറ്റവും നല്ലതാ പോലും.
ഇത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ്. അപ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങും. പൊട്ടി കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഓഫാക്കിയിട്ട് എണ്ണ നന്നായിട്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഉടച്ച് നല്ല പൊടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് അമ്മ അരിക്കുക. അപ്പോൾ അതിൻ്റെ സത്തൂടെ ഇങ്ങനെ ഊർന്നിറങ്ങുമല്ലോ. അത് പൊടിച്ചതിന് ശേഷം അമ്മ അരിക്കുക കേട്ടോ. അപ്പോൾ അത് മെല്ലെ അങ്ങിരുന്ന് പൊട്ടട്ടെ. എന്നെ അധികം പിടിച്ച് എൻ്റെ ഫോൺ ചൂടാവുക. കംപ്ലീറ്റ് പൊട്ടി തീർന്നു കേട്ടോ. ഇപ്പോൾ വീട് ഫുള്ള് നല്ല സ്മെല്ല് വരിക. ഇനി ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പൊടിച്ചിട്ട് അരിച്ച് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യൂ കേട്ടോ. റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ ലൊക്കേഷൻ നിങ്ങളെ കാണിക്കാനുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അത് കണ്ടിട്ട് വരാം. അവിടെ രാവിലെ ഈ നട്ടപ്പൊരു വെയിലത്ത് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലോ. ഈ വെയിലത്ത് പോകാനേ പറ്റുള്ളൂ. കാരണം ഈ സമയത്ത് ആൾ കുറച്ച് കുറവുണ്ടാവുമല്ലോ. വെയിലെല്ലാം കുറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ആളായിരിക്കും. അപ്പോൾ അതിന് മുന്നേ പോയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. ഇതാട്ടോ എൻ്റെ അച്ഛൻ. അച്ഛൊരു ഹായ് പറ അച്ഛാ. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പേരക്ക് കിട്ടി. എന്താ ഞാൻ പറഞ്ഞു, വിശന്നാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല മധുരം. ഇതാട്ടോ എൻ്റെ അമ്മ. എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഓടുന്നതേ കാണുന്നത്. അപ്പോൾ അമ്മ കാണാതെ ഞാനിങ്ങനെ പുറകുന്ന് ഷൂട്ട് ചെയ്തതാ. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാറ് പാർക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും സ്ഥലമുണ്ട് കാർ പാർക്കിങ്ങിന്. നിങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രി ആവണമെങ്കിൽ പാസ് 50 രൂപയുള്ളൂ. ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് രാവിലെ വന്നാൽ വേണമെങ്കിൽ വൈകുന്നേരം വരെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. നല്ല തണുത്ത വെള്ളത്തിൽ കുളിയും കഴിഞ്ഞ് കയറുമ്പോൾ നല്ല ചൂട് ചായ മുട്ട ഓംപ്ലേറ്റും കിട്ടി എങ്ങനെയായിരിക്കും? വല്ലാത്തൊരു ഫീലായിരിക്കും അല്ലേ? എന്നാൽ അതും ഇവിടെ അവൈലബിൾ ആണ്. നീന്തൽ അറിയാത്തവരാണോ? എന്നാൽ ടെൻഷൻ വേണ്ട, ലൈഫ് ജാക്കറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നമുക്ക് മെല്ലെ സ്കൂട്ടാവാം. ലേഡീസൊക്കെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവർക്കും നമ്മുടെ വാട്ടർഫോൾസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഭയങ്കര വീട്. അപ്പോൾ എല്ലാവരും വരിക, ഫാമിലി ആയിട്ട് വരിക. ഇപ്പോൾ സീസൺ ടൈം കൂടിയാണ്. ഫാമിലി ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കൂടി പറയാം. അതിനനുസരിച്ച് ഞാൻ ബെറ്റർ ആക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.